Hello, good afternoon. Good afternoon, teacher. Good afternoon. Good afternoon, teacher. Good afternoon. എങ്ങനെയുണ്ട്? പഠിക്കലൊക്കെ ഇല്ലേ? പഠിക്കണൊക്കെ ഇല്ലേ? എന്താ സൗണ്ട് ഇല്ലല്ലോ? ഇങ്ങോട്ട് തിരിച്ച് നിങ്ങൾ മറുപടി പറയാതിരിക്കുന്നതാണോ? എന്തെങ്കിലും കംപ്ലൈന്റ്? ഹലോ, സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. ഹലോ, ടീച്ചർ. എന്തെങ്കിലും ലാഗ് ഉണ്ടോ സംസാരിക്കുന്നതിൽ? ഞാൻ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഇനിയിപ്പോ റേഞ്ചിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. ആരും സംസാരിക്കാമല്ലോ. ജാസ്മിനൊക്കെ എന്ത് പറ്റി? ജാസ്മിൻ കേക്കാം മിസ്സേൽ, കേക്കാം, കേക്കണ്ട? നന്നായിട്ട് കേക്കാം. ഓക്കെ, മിണ്ടാതിരിക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചേ ഇനി നിങ്ങള് അങ്ങോട്ട് കേൾക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാ വിളിച്ചത്. ഓക്കെ, പഠിത്തമൊക്കെ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചത് കൊണ്ട് മിണ്ടാഞ്ഞതാണോ? ഇനി പഠിത്തത്തിന്റെ കാര്യം ചോദിച്ചത് കൊണ്ട് മിണ്ടാത്തതാണോ എന്നാണ് എന്റെ സംശയം. ഒന്ന് കുറച്ച് സ്ട്രെങ്ത് കൂടുതലുണ്ടല്ലോ. കുറെ ദിവസമൊക്കെയാണ് നോക്കുന്നത് കുറച്ചു പേരൊക്കെ ക്ലാസ്സിൽ കയറാൻ. വായിച്ചു നോക്കുന്നുണ്ട് ടീച്ചറെ. വായിച്ചു നോക്കുന്നുണ്ട്. വായിച്ചു നോക്കുമ്പോ നോട്ട് വായിച്ചു നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ ഒരു പോളിസി ചെയ്യാം. നോട്ട് 1-2 പ്രാവശ്യം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പഠിക്കാം. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആയിട്ട് തന്നെ പഠിക്കാൻ നോക്കാം. പിന്നെ എന്താണ് പറയാ, ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും തന്നെ കാരണം വിഷമിച്ച എഴുതി കുറെ ക്വസ്റ്റ്യൻസ് തരലാണല്ലോ ഇപ്പോ. അതായത് നിങ്ങൾക്ക് കുറച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് എങ്കിലും വായിച്ചു നോക്കി നിങ്ങൾ എക്സാമിന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഒരു എക്സാം ഇവിടെ കഴിഞ്ഞ നേരത്തെ ഉള്ള ഒരു ബാച്ചിന്റെ ഒരു എക്സാം കഴിഞ്ഞു, മോഡൽ എക്സാം കഴിഞ്ഞു. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മള് എന്താ പറയാ മോക്ക് ടെസ്റ്റിൽ തരുന്നത് കൂടാതെ തന്നെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് കുറേശ്ശെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതും പിന്നെ നമ്മള് ഈ ഒരു വിഷൻ പോലെ കൊടുക്കുമ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ തന്നെയാണ് വരിക നമ്മൾ ഇടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് തന്നെയെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കിയെങ്കിൽ നിങ്ങള്, പക്ഷെ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ ഞങ്ങൾ അത്ര ഞങ്ങള് പ്രതീക്ഷിച്ച മട്ടല്ലാത്ത ഒരു റിസൾട്ട് ആണ് വന്നേ. അപ്പൊ അതുകൊണ്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. കാരണം നമ്മൾ ഇത്രയും ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നു, ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് കൊടുക്കുന്നു, വീണ്ടും ഓരോ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് വീണ്ടും കൊടുക്കുന്നു. എന്നിട്ടും കിട്ടുന്ന മാർക്ക് വളരെ കുറവുമേ, ഒരു വിഷമമുണ്ടേ. നിങ്ങളത് പരിഹരിക്കണം. നിങ്ങളുടെ ബാച്ചുകാർ, അതായത് നേരത്തെ ഉള്ള പ്രീവിയസ് ബാച്ചുകാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എക്സാം ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിന്റെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പൊ ഒരു അനുഭവം ഞങ്ങൾക്ക് വന്നു. ഇത്രയൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും കുറെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വായിക്കുന്നത് പഠിക്കാൻ വേണ്ടി തന്നെ വായിക്കുക. വെറുതെ വായിച്ച് കഥ പോലെ വായിക്കാൻ പറ്റുന്ന കാര്യവുമല്ല ഇത്. കുറെയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇനി അടുത്ത നിങ്ങൾ എഴുതുന്ന എക്സാംസ് വരുമ്പോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തരരുത്. കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാട്ടോ. നമ്മൾ വിചാരിക്കും എളുപ്പമല്ലേ അല്ലെ, പക്ഷെ എളുപ്പമല്ല. കാരണം ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. മൊത്തത്തിൽ നോക്കുമ്പോ ഒരു 19-6 ചാപ്റ്റേഴ്സ് ഉണ്ട്. 1-2 മൊഡ്യൂളിൽ മാത്രമായിട്ട് 35 ഉണ്ട്, ബാക്കി മറ്റേതിലുണ്ട്. അപ്പൊ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യണം. അത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് പോലെ നമ്മൾ ഫോം ചെയ്ത് തരുന്നത്. അതെങ്കിലും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ എക്സാം ഇപ്പൊ ഈ കഴിഞ്ഞ സാറ്റർഡേയിലായിരുന്നു ഒരു എക്സാം. റിസൾട്ട് വന്നപ്പോ ഇച്ചിരി തോന്നി. കാരണം നമ്മൾ ഇത്രയും കൊടുത്തിട്ടും അവര് കുറെ പേരൊക്കെ, കുറച്ച് പിള്ളേരൊക്കെ എന്താ പറയുക, എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു, വേറെ എക്സാംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് പേർക്ക് വയ്യായികകൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഉണ്ടായാലും കുറച്ച് നമ്മൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നിങ്ങൾ അങ്ങനെ വരത്തില്ലല്ലോ, എടുത്തോ? ഇല്ല. അപ്പൊ നിങ്ങൾ നല്ല റിസൾട്ട്. അതില് എനിക്ക് തോന്നുന്നു ഒരു മോഡൽ എക്സാം നടത്തിയിട്ട് ഒരു കുട്ടിക്കാണ് 60-ൽ 60 ഔട്ട് ഓഫ് 60 കിട്ടിയത്. ഫൈനൽ എക്സാം 100-ലാണ്. അപ്പൊ മോഡലിന് 60 മാർക്കിലായിരുന്നു. അപ്പൊ അതിന്
60 out of 60 കിട്ടിയത് ഒരു കുട്ടിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ 57, 54, 48 അങ്ങനെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബിലോ 10 പോലും കിട്ടിയ, അതായത് 12 മാർക്സ് വേണമല്ലോ 60-ലാവുമ്പോൾ, അതെങ്കിലും വേണം ജയിക്കാനായിട്ട്. പക്ഷെ അതിലും താഴെ പോയവരും ഉണ്ട്. അപ്പൊ നമ്മൾ അതിൻ്റെതായ സീരിയസ് എടുത്ത് നിങ്ങൾ എക്സാംസ് കൊടുക്കാൻ വേണ്ടി തന്നെ പഠിക്കാം. അതിനാണ് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഇങ്ങനെ തന്നെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് എഴുതാണ്, ഞാനിങ്ങനെ പറയാണ്. രണ്ടും എന്താ പറയാ, കുറച്ച് എഫേർട്ട് എടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ 2 മണിക്കൂർ ഉണ്ടല്ലോ ഒരാളുടെയും അടുത്ത ആളുടെയും. അപ്പൊ എഴുതുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിനാണ് നിങ്ങൾക്കൊന്ന് റിലാക്സ് ആവാനും കൈയുടെ വേദനയൊക്കെ ഒന്ന് മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം സംസാരിച്ചത്. നമുക്കും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് വായിച്ചെങ്കിലും മനസ്സിലാക്കി അതിന്റെ ആൻസേഴ്സ് കൊടുക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ചോദ്യം കണ്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പും ആണ്, തന്നെയല്ല ഗൂഗിൾ മീറ്റ് വഴിയാണ് എക്സാംസ് നടത്തുന്നത്. അപ്പൊ പെട്ടെന്ന് ചെയ്യണം, എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെങ്കിൽ നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എഴുതി നിർത്തിയ, ഏത് ചാപ്റ്ററിന്റെയാ ക്വസ്റ്റ്യൻസ് എഴുതി നിർത്തിയത്? പറയും. മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. ജാസ്മിൻ സൗണ്ട് നിങ്ങൾ വന്നില്ലല്ലോ. ജാസ്മിൻ എന്ത് പറ്റി? പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്? ഇല്ല ടീച്ചർ, ഇല്ല. ഇല്ല, ഇപ്പൊ ശരിയായി. ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിന്റെ ഏകദേശം പകുതി വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി കഴിഞ്ഞതാണ് അല്ലെ? കഴിഞ്ഞ ദിവസത്തിലായിട്ടൊക്കെ നമ്മൾ എഴുതി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതിനകത്ത് നിന്ന് എഴുതാനുണ്ട്. അപ്പൊ എവിടെ വരെയാണ് നമ്മൾ എഴുതിയെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എവിടെ? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ? ESI എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, അതിന്റെ അവിടെ എങ്ങാണ്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങാണ്ടുമാണ് എഴുതിയാന്നാണ് എന്റെ ഒരു ഓർമ്മ. ആണോ? മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അല്ലേ? മെറ്റേണിറ്റി ബെനിഫിറ്റ് അവൈൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് എത്ര ഡേയ്സ് വരെയും എന്താ പറയാ ഒരു വർക്ക് ചെയ്തിരിക്കണം ഒരു വുമൻ എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഉത്തരം 70 days എന്നായിരുന്നു. അത്ര വരെയാണ് എഴുതിയത്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വേറെ എഴുതിക്കോ ക്വസ്റ്റ്യൻസ് കേട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. The employees state insurance scheme. Employees state insurance scheme is available to employee who is getting daily wage less than dash. Daily wage less than dash shall be excluded from the payment of contribution. Shall be excluded from the payment of contribution. Next, അടുത്ത ക്വസ്റ്റ്യൻ. സ്പീഡ് കൂടണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ അതേ ആ ഒരു ഇതിൽ പറഞ്ഞു പോവേ. Dash scheme is available. Dash scheme is available. Dash scheme is available for the workers employed. For the workers, WORKERS, workers employed in different factories in India. In different factories in India.
different factories in India. Next one. Dash days in case of pregnancy. Dash days in case of pregnancy. Dash days in case of pregnancy. At the rate of full wages. At the rate of full wages. At the rate of full wages will be provided for maternity benefits. Will be provided for maternity benefits. ദിവസത്തെ pregnancy period ആണ് full wagesന് എന്താ പറയാ ബെനിഫിറ്റ് കിട്ടുന്നത്. ഫുൾ വേജസ് കിട്ടും. ഇത്ര ദിവസം ഉണ്ട് അതിന് മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. The eldest surviving member is given an amount of eldest surviving member is given an amount of dash for the funeral purpose. Amount of dash for the funeral purpose. FUNERAL. Funeral purpose. Next one. Which of the following are included in the medical cover of the member of workers. Medical cover of the member of workers. Included in the medical cover of member of workers. അതുകൊണ്ട് അതിന് ഓപ്ഷൻസ് ഉണ്ട്. താഴെ ഓപ്ഷൻസ് എഴുതാം. Ambulance services option A ആണ് ട്ടോ. Ambulance services. Option B, indoor services. Option C, outdoor specialist services. Option C. And option D, all. Option D, all. Next one. அடுத்த question. The employer's contribution. The employer apostrophe S ആണ് ട്ടോ. Employer's contribution. For a salary of rupees. Employer's contribution for a salary of rupees 25,000. 25,000 will be dash. എംപ്ലോയറിന്റെ ആണ് ചോദിച്ചത്. അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, നമ്മൾ ചെയ്തതാണ്. നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ.
expand CGHS. Expand CGHS. Next one. Expand CGHS എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണേ. അടുത്തത് the year in which CGHS was introduced. The year in which CGHS was introduced. Next one. CGHS provides health insurance coverage to dash. Health insurance coverage to dash. CGHS provide health insurance coverage to dash. Next one. Which of the following is not included in the beneficiaries of CGHS. Beneficiaries of CGHS. CGHSന്റെ ബെനിഫിഷ്യറി അല്ലാത്തത് ആരാണെന്നാണ് ചോദ്യം. അപ്പോ ഓപ്ഷൻസ് വേണം. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ഫ്രീഡം ഫൈറ്റേഴ്സ്. Option B, pensioners and their family members. Option C, A freedom fighters, B pensioners and their family members. Option C, both A and B. രണ്ടുമാണ് എന്നാണ്. Both A and B. Option C, both A and B. Option D, none. Option D, none. Next one. What is Ayush treatment? Ayush എന്നുള്ളത് full letters, capital letters എഴുതണം. Ayush, AYUSH. Ayush. Next one. All the CGHS beneficiaries and their dependents ENTS ഓടി എഴുതണം കേട്ടോ. Beneficiaries and their dependents are provided ID plastic card. ID എന്നുള്ളത് capital letters ആണ്. ID plastic card called CGHS card. By dash. ആരാണ് അത് കൊടുക്കണമെന്നാണ് ചോദ്യം. ID കാർഡ്, ഫോട്ടോ പതിച്ച ID കാർഡ്, അതിനെ CGHS കാർഡ് എന്നാണ് വിളിക്കുക. അത് ആരാ കൊടുക്കുന്നതെന്നാണ് ആ ചോദ്യം കേട്ടാ. നെക്സ്റ്റ് വൺ. Which are the different colors
different colors. Which are the different colors? Colors. Striped at the top of the CGHS card. Striped at the top of the CGHS card. CGHS കാർഡിന്റെ പൊക്കത്തില് ഇങ്ങനെ രണ്ട് സ്ട്രൈപ്പ് പോലെ വരയായിട്ട് കൊടുത്തിരിക്കുന്ന കാർഡുകളാണ്. ആ വരകളുടെ നിറങ്ങൾ എന്തൊക്കെയാണെന്നാണ്, എന്തൊക്കെ കളേഴ്സ് ആണെന്നാണ് ചോദ്യം. കളേഴ്സ് തന്നെ നിങ്ങൾ എഴുതാം. നെക്സ്റ്റ് വൺ. Dash color ID plastic card is a serving government employee. Is a serving government employee. ഇപ്പോഴും സർവീസിലിരിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയിയുടെ ഇരിക്കുന്ന കാർഡിന്റെ കളർ എന്തായിരിക്കും എന്നാണ് ആ ചോദ്യം. നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് RSBY. എക്സ്പാൻഡ് ചെയ്യാനാണ് RSBY. എക്സ്പാൻഡ് RSBY. അടുത്തത് when did രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന when was രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന introduced? Next one. Who introduced RSBY? Next one. Who are the beneficiaries? Of RSBY? RSBY യുടെ ബെനിഫിഷ്യറി ആരായിരിക്കും, അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ്. ഓക്കെ, ഇത്രയും ഉള്ളതിന്റെ ആൻസേഴ്സ് കിട്ടിയോ നോക്ക്. കിട്ടി ടീച്ചർ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വായിച്ചു പോകാം. അപ്പൊ കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ ആൻസർ നമുക്ക് ഇവിടെ പറഞ്ഞ് എഴുതാട്ടോ. വേഗം ഒന്നുകൂടെ പറഞ്ഞോ. യാസ്മിൻ പറഞ്ഞു തുടങ്ങിക്കോ. The employee state insurance scheme is available to employee who is getting daily wage less than rupees 176. എത്രയാണ്? റുപ്പീസ് 176. 176 രൂപയിൽ താഴെ അല്ലെ. അവർക്ക് കോൺട്രിബ്യൂഷൻ എക്സ്ക്ലൂഡഡ് ആണ്. അവർക്ക് കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട കാര്യമില്ല. 176 രൂപ ഡെയിലി വേജസിന് താഴെ കിട്ടുന്ന ആളുകൾക്ക് ഈ ഒരു ESI അനുസരിച്ചിട്ട് അവർക്ക് കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കേട്ടോ. 176 ആണ്. അടുത്ത വായിച്ചേ. അടുത്ത ആള് ജിനു. Dash scheme is available for the workers employed in different factories in India. Employee state insurance. ഓക്കെ, എഴുതിയേക്കുന്നതാണോ എല്ലാവരും? Yes, teacher. നെക്സ്റ്റ് വൺ. അടുത്തത് തുഷാര. Dash days in case of pregnancy at the rate of full wages will be provided to maternity benefit. 180 days. 180 days ആണ്. 180 ദിവസം ആണ് അവർക്ക് കിട്ടുന്ന മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പ്രഗ്നൻസി പീരീഡിൽ
അവർക്ക് കിട്ടുന്ന മെറ്റേണിറ്റി, അതായത് പ്രസവവും അതിനുശേഷമുള്ള ആ ഒരു ചെറിയ കാലയളവ് 3 months, ദാറ്റ് ഈസ് അതാണ് നമ്മൾ 6 months 180 ദിവസം കേട്ടോ മെറ്റേണിറ്റി ബെനിഫിറ്റ് അവർക്ക് ഫുൾ വേജസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, അടുത്ത ആള് ആരാ? The eldest serving member is given an amount of dash for the funeral purpose. എത്രയാണ്? 15,000 ആണ്. കറക്റ്റ് ആണ്, 15,000. ഓക്കെ, നെക്സ്റ്റ് ഷാരോൺ. Which of the following are included in the medical cover of the member workers? Ambulance service, indoor service, outdoor specialist service, all. All. ഏതാണ് ആൻസർ? ആൻസർ ഏതാ ഷാരോൺ? മെഡിക്കൽ കവർ, അതായത് മെഡിക്കൽ കവർ വർക്കേഴ്സിന് കിട്ടുന്ന മെഡിക്കൽ കവറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ മെഡിക്കൽ കവറേജ് എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? ഔട്ട്ഡോർ എന്താ പറയാ സ്പെഷ്യലിസ്റ്റ് സർവീസ്, ആംബുലൻസ് സർവീസ്, ഇൻഡോർ സർവീസ്, പിന്നെ ഓൾ തന്നിട്ടുണ്ട്. ഏതാ ആൻസർ? ഓൾ ആണ് ആൻസർ. പ്രതീക്ഷ വായിക്കാൻ സമയം കൊടുത്തില്ല. പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ അല്ല, ഒരാൾ വായിക്കാതെ വിട്ടുപോയല്ലോ. അതെ, നവമി പ്രതീക്ഷ. നവമിക്ക് സമയം കിട്ടിയില്ല വായിക്കാൻ, ഓവർടേക്ക് ചെയ്താ. ഓക്കെ, വായിച്ചേ. The employee's contribution for a salary of rupees 25,000 will be. എത്ര രൂപയാണ്? എംപ്ലോയേഴ്സ് ഒരു എംപ്ലോയർക്ക് 25,000 രൂപയാണ് സാലറി കിട്ടുന്നതെന്ന് വിചാരിക്കാം. അയാളുടെ കോൺട്രിബ്യൂഷൻ അയാൾ എത്ര കൊടുക്കണം? ESI പ്രകാരം അയാളുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ റേറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ? എംപ്ലോയർക്കും എംപ്ലോയിക്കും ഒരേ റേറ്റുകളുണ്ട്. എംപ്ലോയറുടെ റേറ്റ് എത്രയാണ്? എംപ്ലോയിയുടെ 3.25 അല്ലേ വന്നത്? 3.25 അല്ലെ? അവരുടെ വേജസ് അല്ലെങ്കിൽ സാലറി എത്രയാണോ അതിന്റെ 3.25%. ഇനി എംപ്ലോയിക്കാണെങ്കിലോ? എംപ്ലോയിക്കാണെങ്കിൽ 0.75. 0.75% ആണ് അവരുടെ വേജസ് എത്രയാണോ അതിന്റെ 0.75% ആണ്. അപ്പൊ ഇപ്പൊ നമ്മളോട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 25,000 ആണ് അയാളുടെ വേജ് എങ്കിൽ അയാൾക്ക് എത്ര രൂപയാണ് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരിക എന്നാണ്. എത്ര കിട്ടി? 812. 812.5. ഒരു 0.5 ഇല്ലേ? 0.5 ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കണക്കൊക്കെ ഉണ്ടാവോട്ടോ, ഒരു പ്രോബ്ലം ഒക്കെ പോലെ തരും. അപ്പൊ അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഇൻഡു ചെയ്യാം. ആ പെർസെന്റേജ് ബൈ 100 അത് തന്നെ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജാസ്മിൻ. ബാക്കിയുള്ളവരെ എഴുതിയോ? എല്ലാവരും 812.5 ആണ്. 25,000 ഇൻറ്റു 3.25 ബൈ 100. അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാ. ഓക്കെ, പറയാം. Expand CGHS, Central Government Health Scheme. വെരി ഗുഡ്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ആണ്. അടുത്തത് The year CGHS was introduced. 1954 ആണ്. 1954 CGHS എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് ഇയറിലാണെന്നാണ്? 1954. നെക്സ്റ്റ് വൺ. CGHS provided health insurance coverage to dash. Central employee and pensioners. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന CGHSന്റെ സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും. നെക്സ്റ്റ് വൺ. അടുത്തത്. The following is not included in the beneficiaries of CGHS. Freedom fighters, pensioners and their family members, both A and B and none. Both A and B. Both A and B അല്ലേ? രണ്ടുപേരും അതിനകത്ത് പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. What is the Ayush treatment? Ayurveda, yoga and നാച്ചുറോപ്പതി, യുനാനി എല്ലാം ഉണ്ട്. ആയുഷ്, AYUSH ഓരോ ലെറ്റേഴ്സും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നാണ് കേട്ടോ. ആയുർവേദ A, ആയുർവേദ Y, യോഗ ആൻഡ് നാച്ചുറോപ്പതി U. വൈക്ക് മാത്രമുള്ളതാണ് യോഗ ആൻഡ് നാച്ചുറോപ്പതി. അല്ലാണ്ട് അതിന്റെ ഇടയിൽ ഒരു N ഇല്ല, വേറെ വൈയിലാണ് അത് പെട്ടേക്കണേ. ആൻഡ് യുനാനി U, യുനാനിയാണ്. സിദ്ധ S, സിദ്ധയാണ്.
ഹോമിയോപ്പതി എച്ച് ആണ്. അപ്പൊ ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഈ ഒരു ഇതിനകത്തുള്ള കവറേജ് എല്ലാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All the CGS beneficiaries and their dependents are provided ID plastic card called CGS card by Government of India. അതെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടാ. CGHS കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് വൺ. Which are the different colors striped at the top of card? Yellow, blue, red and green. യെല്ലോ, ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ ആണ് ആ കാർഡുകളുടെ സ്ട്രൈപ്സിന്റെ നിറങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. Dash color ID plastic card is serving government employees. Blue. ബ്ലൂ കളർ ആണ് സെർവിങ് ഗവൺമെന്റ് എംപ്ലോയിന്റെ കാർഡിന്റെ കളർ. നെക്സ്റ്റ് വൺ. Expand RSBY. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഓക്കെ, ഗുഡ്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജനയാണ് RSBYയുടെ ഫുൾ ഫോം. നെക്സ്റ്റ് വൺ. When did Rashtriya Swasthya Bima Yojana introduced? 1st April 2008. 1st April 2008 നെക്സ്റ്റ് വൺ. അടുത്തത് Who introduced RSBY? Ministry of Labor and Employment, Government of India. അതെ, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ. ആരടുത്തത്? ജാസ്മിൻ ആണോ? Who are the beneficiaries of RSBY? ആർക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്? Cover for hospitalization expense. ആരാ? ആർക്കുള്ളതാണ് RSBY? ആരെയാണ് കൂടുതൽ ഉദ്ദേശിച്ചേക്കണേ? Below. അതെ, BPL ഫാമിലീസ് ആണ് കേട്ടോ. ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസ് ആണ്. BPL ഫാമിലീസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അവരാണ് അതിന്റെ ബെനിഫിഷ്യറീസ്. ഏതാണ്? ഓർഗനൈസ്ഡ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഈ പറയുന്ന ആളുകളൊക്കെ. അല്ലെങ്കിൽ BPL പെടില്ലല്ലോ, അതുകൊണ്ട്. നെക്സ്റ്റ് വൺ. അത്രേ ഉള്ളല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേഗം എഴുതുക. അടുത്തത് ടീച്ചറെ, 10ാമത്തെ ക്വസ്റ്റ്യനെ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബെനിഫിഷ്യറീസ് ഓഫ് CGHS. നോട്ട് ഇൻക്ലൂഡഡ് ആയിരുന്നാ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിരുന്നാ? പക്ഷെ ഞാൻ ഇൻക്ലൂഡഡ് ആണ് പറഞ്ഞതെന്നാണ് എനിക്കൊരു ഓർമ്മ. ആണോ ടീച്ചറെ? ഞാൻ നോട്ട് ഇൻക്ലൂഡഡ് എഴുതുന്നു. ഒന്ന് പറയാമോ? ഞാൻ ചോദ്യം പറഞ്ഞപ്പോ ഇൻക്ലൂഡഡ് എന്നാണ് പറഞ്ഞതായെന്ന് എന്റെ ഓർമ്മ. പക്ഷെ വായിച്ചപ്പോ എനിക്കും തോന്നണം നോട്ട് ഇൻക്ലൂഡഡ് എന്ന് വന്നു തോന്നണം അല്ലേ? നോട്ട് ഇൻക്ലൂഡഡ് ആണ്. ടീച്ചർ നോട്ട് ഇൻക്ലൂഡഡ് ആണ് പറഞ്ഞത്. ആണാ? അപ്പൊ ആൻസർ വായിച്ചപ്പോ തെറ്റിയില്ല അങ്ങനെയാണെങ്കിലേ. ഇൻക്ലൂഡഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനെ നോട്ട് ചേർന്നോന്നാകും. അപ്പൊ ആൻസർ അങ്ങനല്ലേ ടീച്ചർ വരുന്നേ? ആൻസറിന് അന്നല്ലേ വരുന്നത്? ക്ലിയർ ആയില്ലല്ലോ പറഞ്ഞത്. ടീച്ചർ ആൻസർ അപ്പോഴും നൺ എന്നല്ലേ വരുന്നത്? ഓപ്ഷൻ ഡി അല്ല, ചോദ്യം എന്തായിരുന്നു? വിച്ച് ഇസ് നോട്ട് ഇൻ ബെനിഫിഷ്യറീസിൽ പെടാത്തത് ആരാന്നല്ലേ നിങ്ങൾ എഴുതിയത്? പക്ഷെ ഞാൻ അതെ, പക്ഷെ പെടുന്നതെന്നല്ലേ ഞാൻ ചോദിച്ചത്. നോട്ട് വേണ്ടാന്ന്. വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ബെനിഫിഷ്യറീസ് ഓഫ്, അതാണ് ചോദിച്ചത്. ഇൻക്ലൂഡഡ് വരുമ്പോ കട്ട് ചെയ്യണമല്ലേ? ഓപ്ഷൻ സി അല്ലേ വരേണ്ടത് ആൻസർ? ടീച്ചർ ഓപ്ഷൻസ് രണ്ടും ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെ എഴുതാൻ പറ്റും? ആ രണ്ട് ഓപ്ഷനും ഉണ്ടെന്ന്. അതായത് ഫസ്റ്റ് വന്ന ഫ്രീഡം ഫൈറ്ററും രണ്ടാമത് പറഞ്ഞത് ആൻഡ് their family members. അതന്നെ, അത് രണ്ടും അതിനകത്ത് പെട്ടതാണല്ലോ. പക്ഷെ നോട്ട് ഇൻക്ലൂഡഡ് എന്നല്ലേ? നോട്ട് മാറ്റാൻ ഞാൻ നോട്ട് ഇല്ലാതെ പറയും. നോട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നത്. നോട്ട് ഉദ്ദേശിച്ചില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ആ നോട്ട് വന്നു തോന്നുന്നു. അതുകൊണ്ടാ. ഓക്കെ, നോട്ടില്ല കേട്ടോ. നെക്സ്റ്റ്, അടുത്തത് വാട്ട് ഈസ് TPA? അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ. വാട്ട് ഈസ് TPA? TPA
Next one. The letter R, the letter L-E-T-T-E-R, letter R stands for stand, S-T-A-N-D, stand, stands for dash. The letter R stands for dash in IRDA. In IRDA എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതണം. IRDA എന്ന് പറയുന്ന ആ അബ്രിവിയേറ്റഡ് ഫോമിലെ R എന്ന് പറയുന്നത് എന്തിനെ പ്രതിനിധീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി നിലകൊള്ളുന്നതാണ്, എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്ന് ആറിന്റെ ആ വാക്ക് എന്താന്ന് എഴുതണം. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ. അടുത്തത് name three third party administrators. Name three third party administrators operating in India. Third party administrators operating in India. Third party administrators operating in India. Next one. The TPA provides the policy holder with dash and ID card dash and ID card, which helps in claim settlement. Which helps in claim settlement. Claim settlement. Next one. അടുത്തത് dash means a sum of money, sum of money. Dash means a sum of money given to a policy holder when a claim is accepted. When a claim is accepted. When a claim is accepted. Next one. Which of the following are the responsibilities of insurance executive or manager? Insurance executive or manager in hospital. Insurance executive or manager in insurance executive അല്ലെങ്കിൽ insurance manager in hospital. താഴെ പറയുന്നതില് which of the following are not ആണോ പറഞ്ഞേ? അല്ല ടീച്ചർ. Which of the following are the responsibilities of insurance executive or manager? അപ്പൊ ഇതാ താഴെ ഓപ്ഷൻസ് വേണം.
To submit monthly reports. A. To submit monthly reports. To submit monthly reports. Option B. To conduct departmental meetings. To conduct departmental meetings. To conduct departmental meetings. Next one. To maximize patient satisfaction. To maximize patient satisfaction. To maximize patient satisfaction. Option D, all. അല്ല അത്രയും ആൻസർ വേഗം ഞങ്ങളുടെ ഏരിയ ആൻസർ ചെയ്തത്. ആ എല്ലാവരെയും കഴിഞ്ഞോ? ഇല്ല ടീച്ചർ. പെട്ടെന്ന് പെട്ടെന്ന് ഇരിക്കോ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റില് തന്നിരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ നമ്മൾ തന്നിട്ടില്ല കേട്ടോ. അത് കൂടാതെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ തരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യരുത്. അത് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവും. നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ആ നോട്ട്. അത് അങ്ങനെ തന്നെ ഉണ്ടാവണേ. അത് ഇതിനകത്ത് ഉൾപ്പെടുത്താറില്ല. നമ്മള് ചേർത്ത് പഠിക്കണം. ഓക്കെ, പറഞ്ഞോ, ആൻസർ പറഞ്ഞോ കേട്ടാ. What is TPA? TPA എന്താണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് TPA എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ. The letter R stand for dash in IRDA. Regulatory. റെഗുലേറ്ററി. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം അല്ലാതെയും ചോദിക്കാം. എക്സ്പാൻഡഡ് ഫോമിൽ ഏതെങ്കിലും ഒരു ലെറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ മാത്രമായിട്ട് അതിന്റെ ആ വേർഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ IRDA R എന്ന ലെറ്റർ റെഗുലേറ്ററി എന്ന് പറയുന്ന വേർഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. മിത്ര. ഷാരോൺ. Name 3 third-party administration operating in India. ഏതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. മൂന്നെണ്ണം കുറെ ഉണ്ട് അവിടെ. 8 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ 3 എണ്ണം പറഞ്ഞാൽ മതി. ഏതൊക്കെയാ ഐഡിയ? United Healthcare, TPA Private Limited, Media Assistant India, TPA Private Limited, MD India Healthcare, TPA Service Private Limited. Okay. Next one. And the question is, The TPA provides the policy holder with dash and ID card which help in claim settlement. Unique identification number. Unique identification number ആണ്. TPA പ്രൊവൈഡ് ചെയ്യുന്ന പോളിസി ഹോൾഡർക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതായത് ഒറ്റപ്പെട്ട ഒട്ടും തന്നെ മാച്ചിങ് അല്ലാത്ത വേറെ ഒരെണ്ണമായിട്ട് നമുക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പറും പിന്നെ ഒരു ID കാർഡും അവർക്ക് ക്ലെയിം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് പാർട്ടി ക്ലെയിം ഒക്കെ കിട്ടേണ്ട സമയത്ത് ആ ക്ലെയിം എളുപ്പത്തിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ മറക്കണ്ട, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ഒരു ID കാർഡുമാണ്. യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് നമ്മളവിടെ എന്താ പറയാ ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ. വായിച്ചോ ഷാരോട് തന്നെ. Dash means sum of money given to a policy holder when a claim is accepted. ആൻസർ എന്താ? കണ്ടുപിടിച്ചില്ല? ഇല്ല. A dash means a sum of money given to the policy holder. പോളിസി ഹോൾഡർക്ക് ക്ലെയിം വെച്ച് കഴിയുമ്പോൾ ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ പോളിസി ഹോൾഡർക്ക് ഒരു സം ഓഫ് മണി അങ്ങോട്ട് കൊടുക്കും. അതിനെ എന്ത് വിളിക്കും? അതിനൊരു പേരുണ്ട്. പൈസ കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് തന്നെയാണ്. പൈസ അടയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ ഫ്ലോ ചാർട്ട് കണ്ടോ? നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തെ ഫ്ലോ ചാർട്ടിന്റെ ഒരു പേജ് കണ്ടോ? കണ്ടു.
ഫ്ലോ ചാർട്ടിന്റെ പേജിന്റെ തുടക്കത്തിൽ കിടക്കുന്നുണ്ട് ആ വാക്ക്. കണ്ടുപിടിച്ച വേഗം. ആ പേജില് ഏറ്റവും ബിഗിനിങ്ങില്. പറഞ്ഞോ. ഫ്ലോ ചാർട്ടിന്റെ മറ്റേ ബജാജ് അലയൻസിന്റെ പേജിലേ, ബജാജ് അലയൻസിന്റെ അവര് എന്താ പറയാ ക്ലെയിം സ്വീകരിക്കുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോ അത് ഡിനൈ ചെയ്യും, പല കാരണങ്ങൾ കൊണ്ട് അത് നിരസിക്കും, അത് പിന്നെ പേയ്മെന്റ് കൊടുക്കും, അങ്ങനെ ആ ഒരു കാര്യം പേ ഔട്ട് എന്നാണ് ആ വാക്ക്. പൈസ കൊടുക്കുന്നത്, നമ്മൾ ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് അവരുടെ അതനുസരിച്ചിട്ട് അവർക്ക് കവറേജ് എത്രയാണോന്ന് നോക്കി കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് ആ പൈസ കൊടുക്കണം. ആ പൈസ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പേ ഔട്ട് എന്ന് വിളിക്കുക. ഇനിയുണ്ടോ? പറഞ്ഞിട്ടല്ലോ. Which of the following are the responsibilities of insurance executive manager in hospital? Option B, all. ഓൾ ആണ്. എല്ലാ ഓപ്ഷനും ഉണ്ട് പറഞ്ഞതില്. മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പരമാവധി പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. പിന്നെ മന്ത്ലി ആയിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കണം. പിന്നെ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസരിച്ചിട്ടുള്ള മീറ്റിങ്ങുകൾ കറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മാനേജറിന്റെ ജോലിയാണ് ഹോസ്പിറ്റൽസിൽ. അപ്പൊ ഇതൊക്കെ നമ്മള് ഇതിന്റെ കൂടെ ഇല്ലാത്തത് നമ്മള് തന്നിരിക്കുന്ന നോട്ട് മോക്ക് ടെസ്റ്റിൽ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ആ ചാപ്റ്ററിൽ നമ്മൾ എത്ര ഏകദേശം എനിക്ക് തോന്നുന്നത് 5, 10, 15, 20, 25 ചോദ്യങ്ങളെങ്ങാണ്ട് അത് കൂടാണ്ട് എഴുതിയിട്ടുണ്ട്. 25 ക്വസ്റ്റ്യൻസ് 5 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ എടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. അറിയാമോ? ഞാൻ അങ്ങനെയാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ചോദ്യം എപ്പോഴെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. Which of the following is not a benefit of ESI? ESI-യുടെ അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനകത്ത് പെടാത്ത ഒരു ബെനിഫിറ്റ് ഈ താഴെ പറയുന്നതിൽ ഏതാണ്? ആലോചിച്ച് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നതാണ്. ഒന്ന് പേഴ്സണൽ ആക്സിഡന്റ്, മറ്റൊന്ന് ഫ്യൂണറൽ ബെനിഫിറ്റ്, പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ്, പിന്നെ സിക്നസ് ബെനിഫിറ്റ്. അത് പെടാത്തത് ഏതെങ്കിലും ഉണ്ടോ? Which of the following is not a benefit of ESI? ESI-ന്റെ ബെനിഫിറ്റിൽ പെടാത്തത് പേഴ്സണൽ. പേഴ്സണൽ മീൻസ് പേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ളതാണ് ഉദ്ദേശിച്ചത്. ആ പേഴ്സണൽ ആണ്, അല്ലാണ്ട് തൊഴിലല്ല. ഫ്യൂണറൽ, മെറ്റേണിറ്റി, സിക്നസ്. Personal. പേഴ്സണൽ ആക്സിഡന്റ് ഇതിനകത്ത് വരില്ല, ESI-ൽ വരില്ല. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസിൽ എംപ്ലോയീസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അവരുടെ മെറ്റേണിറ്റി, അവരുടെ ഫ്യൂണറല്, അവരുടെ സിക്നസ്, അല്ലാതെ പേഴ്സണൽ മാറ്റേഴ്സ് വരില്ല കേട്ടോ അതിനകത്ത്. പിന്നെ നമ്മള് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഡാഷ് പെർസെന്റേജ് ഓഫ് വേജ് ബിൽ ഇൻ ESI. ESI-ല് ഉള്ള കോൺട്രിബ്യൂഷൻ, എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് അതിന്റെ ഒരു നിരക്ക്, പെർസെന്റേജ് എത്രയാണ്? എംപ്ലോയി 0.75%. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് കേട്ടാ. അതൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. പിന്നെ what will be the employee contribution if the employee gets 18,000 wage? ESI-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 18,000 ആണ് എംപ്ലോയിന്റെ കോൺട്രിബ്യൂഷൻ, അല്ല സാലറി. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? 18,000 എംപ്ലോയി ആണ് കേട്ടാ. എത്ര രൂപയായിരിക്കും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വേഗം പറഞ്ഞേ. എംപ്ലോയിയുടെ പെർസെന്റേജ് നമുക്കറിയാം 0.75% ആണ്. 135. എംപ്ലോയിക്ക് ആണെങ്കിൽ 18,000 ആണ് അയാൾക്ക് വേജസ് കിട്ടുന്നത്. അപ്പൊ 18,000 ഇൻറ്റു 0.75/100. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് പറഞ്ഞതാ. Next one. Color of card not included in CGHS. താഴെ പറയുന്നതല്ലേ നമ്മുടെ CGHS-ന്റെ കാർഡിന്റെ കളേഴ്സിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ബ്ലാക്ക്, ബ്ലൂ, റെഡ്, യെല്ലോ. ബ്ലാക്ക്. ഓക്കെ.
അടുത്തത് പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് ആർ ദ ബെനിഫിഷ്യറീസ് ഓഫ് ഡാഷ്. പെൻഷനേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഇതിന്റെ ബെനിഫിഷ്യറീസ് ആണ്. ESID ആണോ, CGHSന്റെ ആണോ, RSPY ആണോ, ഇവയൊന്നും അല്ലാത്തതാണ്. CGHS. വെരി ഗുഡ്. ഓക്കെ, കുറച്ചൊക്കെ വായിക്കുന്നുണ്ട് എല്ലാവരും. ഈ നമ്മുടെ INR എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, INR എപ്പോഴും കാണുന്നത് ഇന്ത്യൻ റുപ്പിയുടെ ഒക്കെ ആ ഒരു ഇതൊക്കെയാണ്. ആ INRന്റെ ഫുൾ ഫോം നമ്മളൊന്ന് പറഞ്ഞിരുന്നു. എന്താണ് INRന്റെ ഫുൾ ഫോം? INR പലപ്പോഴും നമ്മൾ ചില ഇങ്ങനെ പറയാ പൈസ പറയുമ്പോഴില്ലേ ചിലതിന്റെ പറയുമ്പോ ഇന്റർനാഷണൽ റേറ്റ്. ഇന്റർനാഷണൽ റേറ്റ് അല്ലേ? ഇന്റർനാഷണൽ ആണ്. എന്നുണ്ടല്ലോ INR എന്നാണ്. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് ആണ് കേട്ടോ. മോക്ക് ടെസ്റ്റിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നിരുന്നു നിങ്ങൾക്ക്. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് ആണ്. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് അറിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ ഇത് വെച്ചു INR ഒരു ഹൈഫൻ ഇട. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് എന്നാണ്. അത് കുറെയൊക്കെ വേറെ വേറെയൊക്കെ തന്നിട്ടുണ്ട്. ഇന്ത്യൻ നാഷണലൈസ്ഡ് റേറ്റ്, ഇൻഷുറൻസ് നാഷണലൈസ്ഡ് റേറ്റ്, ഇന്ത്യൻ നാവിഗേഷണൽ റേറ്റ്, ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ്. അങ്ങനെ INRനെ എക്സ്പാൻഡ് ചെയ്ത പല രീതിയിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കൺഫ്യൂസ്ഡ് ആകരുത്. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ്. RSBY came into existence in dash. RSBY came into existence in dash. 1st April 2008. 1st April 2008. അതെ. അപ്പൊ ഒരു 10-25 ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെയും എഴുതി വെച്ചിട്ട് അത് വായിച്ചു നോക്കണം. അതും വായിച്ചു നോക്കണം. ഇത് ഇപ്പൊ നമുക്ക് എക്സ്ട്രാ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കണം കേട്ടോ. ഇത് ഇച്ചിരി മെഡിക്കൽ ഇൻഷുറൻസിന്റെ ചാപ്റ്റർ ഇച്ചിരി വില കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 ദിവസം കൊടുത്തു അത് തീർക്കാനായിട്ട്. അപ്പൊ അടുത്ത ചാപ്റ്റർ കഴിഞ്ഞ് നമുക്ക് റിവൈസ് ചെയ്യേണ്ട ചാപ്റ്റർ ഓർമ്മയുണ്ടോ? യെസ്, ലബോറട്ടറി സർവീസസ് ആണ്. ലബോറട്ടറി സർവീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അടുത്ത നമുക്ക് റിവൈസ് ചെയ്യേണ്ട. അപ്പൊ അടുത്ത ദിവസത്തേക്ക് നിങ്ങളത് ഒന്ന് എടുത്തൊക്കെ വെച്ച് റെഡി ആയിട്ട് അതിന്റെ നോട്ടൊക്കെ എഴുതാനും ഒക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇപ്പൊ എടുത്ത മെഡിക്കൽ ഇൻഷുറൻസിൽ തുടക്കം തുടങ്ങി കൂടുതൽ വായിക്കാം. ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. കാരണം കുറെ എന്താ പറയാ നമ്മുടെ ഫിഗർ വരുന്ന സംഖ്യകളൊക്കെ വരുന്ന കണക്ക് പോലത്തെ സംഖ്യകളെ സൂചിപ്പിക്കുന്നതൊക്കെ ഉണ്ടല്ലേ ചില കാര്യങ്ങളൊക്കെ. റേറ്റ് പറയുന്നത് സംഖ്യയിലാണ്. അപ്പൊ അതൊക്കെ അങ്ങോട്ട് മാറരുത്. അതുപോലെ ഇയറുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇൻഷുറൻസ് പദ്ധതികളും നിലവിൽ വന്ന വർഷങ്ങളൊക്കെ പറയുന്നത് ഇയർ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മാറിപ്പോകാതിരിക്കാനായിട്ട് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. Okay, thank you, teacher. Okay, Thank you. Thank you, Miss. okay.